നമുക്കിന്ന് പഠിക്കാനുള്ളത് അജിൽ പ്രോസസ് മോഡലായ GSTMനെ കുറിച്ചിട്ടാണ്. സ്ക്രം, ASD എല്ലാം മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് DSTM ആണ്. DSTM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡാണ്. ഇതൊരു അജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ചാണ്. അജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഫിലോസഫിക്കലായ ന്യൂ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടുള്ള അപ്രോച്ച് ആണ് അജിൽ പ്രോസസ് മോഡൽ അല്ലെങ്കിൽ അജിൽ സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ മെയിനായിട്ടും ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബിൽഡിങ്ങിന്, അതായത് കൺസ്ട്രക്ഷന് വേണ്ടിയും മെയിൻ്റനൻസിന് വേണ്ടിയും ആണ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് മുന്നേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഓരോ അജിൽ പ്രോസസ് മോഡലിനും അങ്ങനെ എടുത്തെടുത്ത് പറയാൻ കഴിയില്ല. അപ്പോൾ എന്താണ് DSTM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DSTM ഇസ് എ അജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ അജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറയാം. പിന്നെ പറയുന്നത് എന്താണ് അതിൻ്റെ ഫുൾ ഫോം, ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ്. അത് ആവശ്യാനുസരണം അതിൽ ചേഞ്ചുകൾ വരുന്നതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ വരാൻ കാരണം, ഡൈനാമിക് സിസ്റ്റം ഡെവലപ്മെൻറ്റ് മെത്തേഡ്. ഓരോ ഇൻക്രിമെൻറ്റിലും ആവശ്യാനുസരണം നമുക്ക് എന്താണോ വേണ്ട വർക്ക് അത് കൊടുത്തിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് മെയിനായിട്ടും ബിൽഡിങ്ങിനും അതായത് കൺസ്ട്രക്ഷന് വേണ്ടിയും മെയിൻറ്റെയിനിങ് സിസ്റ്റം അതായത് സിസ്റ്റം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ്. ഈ DSTMലുള്ള ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഫിലോസഫിയിൽ തന്നെ പഠിക്കാനുള്ളൊരു പ്രിൻസിപ്പിളാണ് പാരറ്റോ പ്രിൻസിപ്പിൾ. പാരറ്റോ പ്രിൻസിപ്പിളിൻ്റെ മോഡേൺ വേർഷനിൽ നിന്ന് എടുത്തതാണ് ഫിലോസഫിക്കൽ അപ്രോച്ച്. DSTMസിലുള്ള ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് അത് അജിൽ പ്രോസസ് മോഡലിൽ മാത്രമേ ഫിലോസഫിക്കലായ ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം സാധാ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കില്ല. അതാണ് അജിൽ പ്രോസസ് മോഡലും സാധാ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡലും തമ്മിലുള്ള ഡിഫറൻസും. അപ്പോൾ അതിലുള്ള ഫിലോസഫി എന്ന് പറയുന്നത് മോഡേൺ വേർഷനായ പാരറ്റോ പ്രിൻസിപ്പിളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു അപ്രോച്ച്. അതായത് 80% ഓഫ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡെലിവേർഡ് ഇൻ 20% ഓഫ് ദി ടൈം എന്നാണ് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ്റെ 80% നമുക്ക് ഡെലിവർ ചെയ്യുന്നത് 20% ടൈം കൊണ്ടാണ് എന്നാണ് ഈ പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത്. ആ ഒരു പാരറ്റോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് DSTMൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് തന്നെ. 80% ഓഫ് ആൻ ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡെലിവേർഡ് ഇൻ 20% ഓഫ് ദ ടൈം. അപ്പോൾ 80% ആപ്ലിക്കേഷന് ഡെലിവർ ചെയ്യുന്നത് 20% ടൈമിലാണ് എന്നാണ് പാരറ്റോ പ്രിൻസിപ്പിൾ പറയുന്നത്. ആ ഒരു പ്രിൻസിപ്പിളാണ് ഈ DSTM മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അതിലുള്ള ഇറ്ററേറ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റത്തെ ഒരു ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനാണ് ഇൻക്രിമെൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തും ഇതേപോലെ തന്നെ വീണ്ടും ഇതേ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്ത് വരും. കാരണം പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് ആഡ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും അപ്ഡേഷനിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒഴിവാക്കേണ്ടി വരികയോ എന്ത് ചെയ്യുകയാണെങ്കിലും വീണ്ടും അതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ആ റിപ്പീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിൻ്റെ ആ ഒരു പേരാണ് ഇറ്ററേറ്റീവ്, അതായത് റിപ്പീറ്റഡ് എന്നുള്ള അർത്ഥത്തിൽ. ഈ ഇറ്ററേറ്റീവ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് യൂസ് ചെയ്ത് 80% റൂൾ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ നിന്നാണ് 80% റൂൾ. 80% റൂൾ പറയുന്നത് ഇനഫ് വർക്ക് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ഇൻക്രിമെൻറ്റ് എന്നാണ്. ഓരോ ഇൻക്രിമെൻറ്റിലും ആവശ്യാനുസരണമുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനഫ് വർക്ക് ഈസ് റിക്വയർഡ് ഫോർ ഈച്ച് ഇൻക്രിമെൻറ്റ് അതാണ് 80% റൂൾ പറയുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇറ്ററേറ്റീവ് പ്രോസസ്സ് നടക്കുന്നത്. മറ്റേത് പറയുന്നത് പാരറ്റോ പ്രിൻസിപ്പിളാണ്. മോഡേൺ പാരറ്റോ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ലൈഫ് സൈക്കിളിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ DSTM കൺസോർട്ടിയം ഉണ്ട്. DSTM കൺസോർട്ടിയം എന്ന് പറയുന്നത് നിങ്ങൾ കൺസോർട്ടിയം എന്ന് പറയുമ്പോൾ വെബ്സൈറ്റാണ്. DSTM കൺസോർട്ടിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ www.dsdm
DSDM.org. അതാണ് DSDM കൺസോർട്ടിയം എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്യുന്നത് അജൈൽ പ്രോസസ് മോഡലിനെയാണ്, അല്ലെങ്കിൽ അജൈൽ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെയാണ് ഈ DSDM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് DSDM.org എന്നുള്ള ഈ ഒരു കൺസോർട്ടിയം വഴി നമുക്ക് DSDM ലൈഫ് സൈക്കിളിനെ ആക്സസ് ചെയ്യാനും ആവശ്യാനുസരണം യൂസ് ചെയ്യാനും കഴിയും. അത് പ്രകാരം ഈ DSDM ലൈഫ് സൈക്കിൾ പറയുന്നത് അതിൽ മെയിനായിട്ടും 3 ഇറ്ററേറ്റീവ് ലൈഫ് സൈക്കിൾസും 2 അഡീഷണൽ ലൈഫ് സൈക്കിളും ഉണ്ട് എന്നാണ് പറയുന്നത്. DSDM കൺസോർട്ടിയത്തിൽ പറയുന്നത് 3 ഇറ്ററേറ്റീവ് ലൈഫ് സൈക്കിളും അഡീഷണൽ ആയിട്ട് 2 ലൈഫ് സൈക്കിളും ഉണ്ടെന്ന്. ഈ 3 ഇറ്ററേറ്റീവ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ, ബിസിനസ് ആൻഡ് ബിൽഡ് ഇറ്ററേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ. ഈ 3 ഇറ്ററേറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് വരുന്ന 2 സൈക്കിളാണ് ഫീസിബിലിറ്റി സ്റ്റഡീസും ബിസിനസ് സ്റ്റഡീസും. ബിസിനസ് സ്റ്റഡീസ്, ഫീസിബിലിറ്റി സ്റ്റഡി, ഇങ്ങനെ 5 സൈക്കിൾസാണ് പറയുന്നത്. 3 ഇറ്ററേറ്റീവ് സൈക്കിളും 2 അഡീഷണൽ ലൈഫ് സൈക്കിളും. അതിൽ ഫസ്റ്റത്തെ സൈക്കിളാണ് ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ. ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസസ് എ സെറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പ് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഫങ്ഷനാലിറ്റി ഫോർ ദി കസ്റ്റമർ. അതായത് ഒരുപാട് ഇൻക്രിമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ ഇൻക്രിമെൻറ്റിൻ്റെയും ഫങ്ഷൻ കസ്റ്റമറിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള സൈക്കിളാണ് ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ എന്ന് പറയുന്നത്. ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. പ്രൊഡ്യൂസസ് എ സെറ്റ് ഓഫ് ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പ് ദാറ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ഫങ്ഷനാലിറ്റി ഫോർ ദി കസ്റ്റമർ. ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോ ഇൻക്രിമെൻറ്റിൻ്റെയും ഫങ്ഷനാലിറ്റി കസ്റ്റമറിനെ മനസ്സിലാക്കിക്കാനുള്ളതാണ് ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്, ലൈഫ് സൈക്കിൾ. രണ്ടാമത് ഡിസൈൻ ആൻഡ് ബിൽഡ് ഇറ്ററേഷനാണ്. റീവിസിറ്റ് പ്രോട്ടോടൈപ്സ് ബിൽഡ് ഡ്യൂറിങ് ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ enable it to provide operational business value for end user. ഇങ്ങനെ ഫങ്ഷൻ മോഡൽ ഇറ്ററേഷൻ വഴി ബിൽഡ് ചെയ്ത പ്രോട്ടോടൈപ്പിൽ വീണ്ടും റീവിസിറ്റ് ചെയ്ത് വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ബിസിനസ് വാല്യൂസ് യൂസറിന് മനസ്സിലാക്കി കൊടുക്കലാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഡിസൈൻ ആൻഡ് ബിൽഡ് ഇറ്ററേഷൻ. ഓൾറെഡി ഉള്ള ഫങ്ഷണൽ മോഡൽ ഇറ്ററേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ഇൻക്രിമെൻറ്റിൻ്റെയും ഫങ്ഷണാലിറ്റി കസ്റ്റമർ അല്ലെങ്കിൽ യൂസറിന് മനസ്സിലാക്കുന്നതാണ്. അതേസമയം ഡിസൈൻ ആൻഡ് ബിൽഡ് ഇറ്ററേഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പോയിട്ട് അതിലെ ബിസിനസ് വാല്യൂ എങ്ങനെയൊക്കെയാണ് എന്ന് യൂസറിന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ഇറ്ററേഷൻ. ഇനി മൂന്നാമത്തെ രീതി പറയുമ്പോൾ ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ സ്റ്റേജ്. പ്ലേസസ് ദ ലേറ്റസ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻ ദ ഓപ്പറേഷൻ എൻവിറോൺമെൻറ്റ്. അവസാനം വരുന്ന ഇൻക്രിമെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മോഡലിന് 5 ഇൻക്രിമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഇൻക്രിമെൻ്റ്, അഞ്ചാമത്തെ ഇൻക്രിമെൻ്റ് ആയിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കുക. ആ അഞ്ചാമത്തെ ലേറ്റസ്റ്റായ ഇൻക്രിമെൻ്റ്, അത് ലേറ്റസ്റ്റായ ആ മോഡലിനെ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് ഇംപ്ലിമെൻറ്റേഷൻ. കാരണം അതിൻ്റെ മുന്നുള്ളതൊന്നും വേണ്ട, കാരണം ഏറ്റവും ലാസ്റ്റ് ഉള്ളതായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയതും ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് തന്നെ മുന്നത്തതിൻ്റെ ആവശ്യം. ഇൻക്രിമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് പഴയതിനെ തള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ലേറ്റസ്റ്റ് ആയതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത്, അത് ഓപ്പറേഷണലായിട്ടുള്ള എൻവിറോൺമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കലാണ് ഇംപ്ലിമെൻറ്റേഷൻ. ഇങ്ങനെ ഈ 3 ലൈഫ് സൈക്കിളാണ് നമ്മുടെ DSDM കൺസോർട്ടിയം ഡിഫൈൻ ചെയ്യുന്ന ലൈഫ് സൈക്കിളിലെ 3 ഇറ്ററേറ്റീവ് സൈക്കിൾ. അതിന് അഡീഷണലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 അഡീഷണൽ ലൈഫ് സൈക്കിൾസാണ്. ഒന്ന് ഫീസിബിലിറ്റി സ്റ്റഡിയും ഒന്ന് ബിസിനസ് സ്റ്റഡിയും. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ എസ്റ്റാബ്ലിഷസ് ബേസിക് റിക്വയർമെൻറ്റ്സ് ആൻഡ് കൺസ്ട്രെയിൻസ്. അത്യാവശ്യം വേണ്ട അതിൻ്റെ റിക്വയർമെൻറ്റ്സും കൺസ്ട്രെയിൻസും ഒക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കലാണ് ഫീസിബിലിറ്റി സ്റ്റഡി. അതായത് ഓൾറെഡി ഉള്ളതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുള്ള ഫങ്ഷൻ ഇറ്ററേഷൻ അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സൈക്കിളാണ്. അപ്പോൾ ഇതിലുള്ള ബേസിക് റിക്വയർമെൻറ്റ്സിനെയും കൺസ്ട്രെയിൻസിനെ കുറിച്ചുള്ള സ്റ്റഡി ആണ് ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബിസിനസ് ഭാഗം മനസ്സിലാക്കലാണ് ബിസിനസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്, ഫീസിബിലിറ്റി സ്റ്റഡിയും ബിസിനസ് സ്റ്റഡിയും. ഫീസിബിലിറ്റി സ്റ്റഡി അതായത് ഈ ഒരു വർക്ക് എത്രത്തോളം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് സ്യൂട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കലാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ബിസിനസ് സ്റ്റഡി അതിൽ എത്രത്തോളം ബിസിനസ് വാല്യൂ ഈ ഒരു വർക്കിനുണ്ട് എന്ന് മനസ്സിലാക്കലാണ് ബിസിനസ്
സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ രണ്ടെണ്ണം കൂടി കൂടിച്ചേർന്നാൽ മാത്രമേ DSTM എന്നുള്ളത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഫങ്ഷൻ ആൻഡ് മോഡൽ ഇറ്ററേഷൻ, ഡിസൈൻ ആൻഡ് ബിൽഡ് ഇറ്ററേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഈ 3 ഇറ്ററേറ്റീവ് സൈക്കിൾസും 2 അഡീഷണൽ സൈക്കിൾസായ ഫീസിബിലിറ്റി സ്റ്റഡിയും ബിസിനസ് സ്റ്റഡിയും ആണ് DSTMൽ പറയുന്ന കാര്യങ്ങൾ. പിന്നെ DSTM എന്ന് പറയുന്നത് DSTM കമ്പൈൻ വിത്ത് XP ടു പ്രൊവൈഡ് ഫോർ എ കോമ്പിനേഷൻ അപ്രോച്ച് ദാറ്റ് ഡിഫൈൻസ് എ സോളിഡ് പ്രോസസ് മോഡൽ. ഈ DSTM നമ്മുടെ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് നടത്തുന്നൊരു അപ്രോച്ചാണ് സോളിഡ് പ്രോസസ് മോഡൽ എന്നറിയപ്പെടുന്നത്. സോളിഡ് പ്രോസസ് മോഡൽ അത് DSTM പ്ലസ് XP എന്ന് പറയാം. അതായത് നമ്മുടെ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങും DSTM കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പുതിയ മോഡലാണ് സോളിഡ് പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. നട്ട് ആൻഡ് ബോൾട്ട് അപ്രോച്ച് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഇതിലുള്ള സോഫ്റ്റ്വെയറിലെ ഓരോ ഇൻക്രിമെൻറ്റ്, നമ്മുടെ ഓരോരോ സൈക്കിളിലെ ഇൻക്രിമെൻറ്റും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. നട്ട്സ് ആൻഡ് ബോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു, നട്ടും ബോട്ടും എന്ന് പറയില്ല, അതുപോലെ തന്നെ നട്ട് ആൻഡ് ബോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫിക്കൽ പ്രാക്ടീസ് ഉണ്ട്. അതുവഴിയാണ് ഇതിലുള്ള ഓരോരോ സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റും ഡെവലപ്പ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരണം. അതായത് ഫസ്റ്റത്തെ മോഡൽ കഴിഞ്ഞു, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ഓൾറെഡി ഉള്ളതിനെ മറ്റത് ആഡ് ചെയ്തുകൊണ്ട്, എന്താണ് പുതുതായിട്ട് വരുന്നതും കൂടി ആഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ DSTM എന്ന് പറയുന്നത്.